ഒരു ദിവസം അർജുനൻ ശ്രീരാമന്റെ രാമസേതുവിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. ശ്രീരാമൻ രാമസേതു പണിയാൻ വാനരസേനയെ ഉപയോഗിച്ചു. ഞാനായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ എന്റെ അമ്പുകളുടെ സഹായത്തോടെ ഒരൊറ്റ അമ്പുകൊണ്ട് ഒരു പാലം പണിയുമായിരുന്നില്ലേ? അർജുനന്റെ ഈ അഹങ്കാരം കേട്ട ആഞ്ജനേയൻ പറഞ്ഞു, ഹേ ധനഞ്ജയ, നീ ശ്രീരാമന്റെ രാമസേതുവിനെ ചോദ്യം ചെയ്യുന്നുവോ? നിനക്ക് അമ്പുകളുടെ സഹായത്തോടെ ഒരു പാലം പണിയാൻ കഴിയും എന്ന് നീ പറയുന്നുവെങ്കിൽ അത് എന്നെ ഒന്ന് കാണിക്കൂ. അർജുനൻ തന്റെ അമ്പുകൾ ഉപയോഗിച്ച് ഒരു ഭംഗിയുള്ള പാലം പണിതു. എന്നാൽ ആഞ്ജനേയൻ അത് തന്റെ ശക്തി ഉപയോഗിച്ച് നശിപ്പിച്ചു. ശേഷം ആഞ്ജനേയൻ പറഞ്ഞു, നീ അമ്പുകൾ കൊണ്ട് പണിത പാലത്തിന് എന്റെ ഒരാളുടെ ഭാരം പോലും താങ്ങാൻ സാധിക്കുന്നില്ല. അഹങ്കാരം ഉപേക്ഷിക്കുക അർജുന. തളർന്നുപോയ അർജുനന് തന്റെ കഴിവുകളിൽ തന്നെ സംശയം തോന്നി. പൂർണ്ണമായും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട നിലയിലായി. ഈ സമയം കൃഷ്ണൻ അവിടെ എത്തി. മാരുതിയും അർജുനനും തമ്മിലുള്ള അവസ്ഥ കണ്ടുകൊണ്ട് കൃഷ്ണൻ ഇടപെടുന്നു. അർജുന, അഹങ്കാരവും ആത്മവിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്റെ സഹായത്തോടെ നീ നിർമ്മിക്കുന്ന ഈ അമ്പുപാലം ഇനി തകർന്നുപോകില്ല. കൃഷ്ണൻ തന്റെ ശക്തി ഉപയോഗിച്ച് പാലം പുനഃസ്ഥാപിക്കുന്നു. ശേഷം ഹനുമാൻ അർജുനനോടായി പറഞ്ഞു, പാർത്ഥ, നീ മഹാനായ ധർമ്മയോദ്ധാവാണ്. എന്നാൽ ധാർമ്മികമായ ഏത് യുദ്ധത്തിനും ദൈവിക കരുണ അനിവാര്യമാണ്. അർജുനനെ അനുഗ്രഹിച്ച ഹനുമാൻ അദ്ദേഹത്തിന് ഒരു വാക്ക് കൂടി നൽകിക്കൊണ്ട് പറഞ്ഞു, അർജുന, കുരുക്ഷേത്ര യുദ്ധത്തിൽ ഞാൻ നിന്റെ രഥത്തിലെ പതാകയായി നിലകൊള്ളാം. എന്റെ സാന്നിധ്യം നിന്റെ വിജയം ഉറപ്പാക്കും. അർജുനൻ ആഞ്ജനേയൻ നന്ദി പറഞ്ഞു. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഹനുമാന്റെ സാന്നിധ്യം അർജുനന്റെ രഥത്തെ ദൈവികമായി മാറ്റി. അത് പാണ്ഡവരുടെ വിജയത്തിനുള്ള സത്യമാർഗത്തിന്റെ അടയാളമായി മാറി. യുദ്ധകാലത്ത് ഹനുമാന്റെ ശക്തമായ ഗർജനം കൗരവസേനയെ ഭയപ്പെടുത്തുകയും അവരിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും ചെയ്തു. അഹങ്കാരമില്ലാതെ ധർമ്മപാദം പിന്തുടരുക. ദൈവിക കൃപ എല്ലായ്പ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ടാവും. കൂടുതൽ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.